സൂപ്പർ കട്ട് നമസ്കാരം മാഡം. യെസ് നമസ്കാരം. യുവതിയുടെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മോർച്ചറിയിൽ ശവപ്പെട്ടി കുറിച്ചിട്ടു. എന്നിട്ട് പട്ട് വന്ന് പുറത്തിട്ടു. എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നായികയല്ലേ? പറഞ്ഞ പോലെ ഇതല്ലേ എന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണല്ലോ. എന്ത് വേണം? മേഡത്തിന് പാവാട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ആരുമില്ലേ? കണ്ട ഇൻസ്റ്റാൾമെന്റ് അണ്ണാച്ചികളൊക്കെ എന്തിനാ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കടത്തി വിടുന്നത്? മേഡം എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ മേഡത്തിന്റെ ഷേപ്പ് മാറ്റാൻ വന്നയാള്. ആരെങ്കിലും ഒന്ന് വന്നീ കൂണ്ടേ പുറത്താക്ക്. അയ്യോ അല്ല മേഡം, ഞാൻ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് പാവാട ബിജു. മേക്കപ്പ് ചെയ്ത് മേഡത്തിന്റെ ഷേപ്പ് മാറ്റുമെന്നാ പറഞ്ഞേ. ഓ അത് ശരി, പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലേ. എന്താ പേരെന്ന് പറഞ്ഞത്? പാവാട ബിജു. ആ സ്ഫടികൻ ജോർജ് മാഫിയ ശശി എന്ന പോലെ പൃഥ്വിരാജിന്റെ പാവാട സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ പാവാട ബിജു എന്ന പേര് കിട്ടിയത്? അയ്യോ അതല്ല മേഡം, ഞാൻ മുമ്പ് എല്ലാ സിനിമ ലൊക്കേഷനിലും തുറന്നു കയറി ചാൻസ് ചോദിക്കും. ചേട്ടാ എന്തെങ്കിലും ഒരു ചാൻസ് ആണ് പ്ലീസ് ചേട്ടാ, ഒരു ചാൻസ് മേക്കപ്പ് ചെയ്യാൻ ഒരു ചാൻസ്. നിങ്ങൾക്കില്ലേ അമ്മയും പെങ്ങളും ഒക്കെ? സ്ഥിരം കാണുന്ന സിനിമാക്കാര് പറയുവാർന്ന് അവൻ പാവാട പാവാട അവൻ പാവാട ബിജു. അങ്ങനെ കിട്ടിയ പേര പാവാട ബിജു. നല്ല കെണി. ബൈ ദ ബൈ, എന്തായിരുന്നു മേഡത്തിന്റെ പേര്? ചൗള മേരി. അയ്യേ, നടികൾ കാര്യങ്ങളും ചാളമേരി എന്ന് പേര്. ചാള മേരി അല്ലടോ, തെന്നിന്ത്യൻ നടി ചൗള മേരി. ആ ഇപ്പൊ കത്തെ തെന്നി ഇന്ത്യൻ നടി. ഇപ്പഴങ്ങനെ എനിക്ക് മനസ്സിലായോ ഞാൻ ആരാന്ന്? ആ മനസ്സിലായി. എന്ത് മനസ്സിലായി? കൈ നീട്ടി കളിച്ചാൽ ഇതുപോലെ കൈ നിൽക്കില്ലെന്ന് മനസ്സിലായി. എടോ നോക്കി നിൽക്കാതെ എന്നെ പിടിച്ചൊന്ന് എഴുന്നേപ്പിക്കടോ. ആ ഇന്ന് അമൂർക്കപ്പി ചേർന്നേറ്റോ. അയ്യോ അവിടെ സുഖിച്ച് നിൽക്കുവാണോ? ഇനി എന്നാരെന്നേപ്പിക്കും? ഓ മുടി നേർച്ചും പേനാണല്ല, ഷാമ്പു ഒന്നും ഇടാറില്ലല്ലേ? ഈ പേൻ മാറാൻ ഞാൻ എന്ത് ചെയ്യും? വല്ലപ്പോഴും അടിച്ചിട്ട് കുളിക്കണം. അത് ശരി, തോളി കയറുന്ന ചെവി കടിക്കുന്ന ദേ മിസ്റ്റർ, എനിക്ക് അഭിനയിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. നല്ല സമ്പത്തുള്ള കുടുംബമാണ് എന്റെ. ഞങ്ങളുടെ അച്ഛന്റെ കാറ് ഞങ്ങളുടെ എസ്റ്റേറ്റ് ചുറ്റാനായി രാവിലെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയാൽ വൈകുന്നേരം ആവും അപ്പുറത്തെ അറ്റത്തെത്തുമ്പോ. ഓ എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ ഒരു തല്ലിപ്പൊളി കാറ്. രാവിലെ പുറപ്പെട്ട വൈകുന്നേരം ആയാലും എത്തൂല. കടൽ വന്നപ്പോ ഞാൻ വിട്ടു കളഞ്ഞു. ഓ ദേ എന്നെ കളിയാക്കുന്നോ? മേക്കപ്പ് മാന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതെ, ഞാൻ വെറും ഒരു മേക്കപ്പ് മാൻ അല്ല, ഞാൻ പഴയ സ്കൂൾ ഓഫ് ഡ്രാമയാ. സ്കൂൾ ഓഫ് ഡ്രാമയാണോ? അതെ, സ്കൂളിലെ എല്ലാ വർഷത്തെ ഡ്രാമയിലും ഞാൻ ഉണ്ടാകും. ആ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ല. അല്ല ബിജു, ആ ബാഗിൽ എന്തുവാണ്? ഇതെന്റെ ചോറ. ഓ എന്നും ചോറും കൊണ്ടാണോ വരുന്നേ? എന്റെ ദൈവമേ, ഇതൊരു LT ആണല്ലോ. LTയോ? ലോക തോൽവി. എന്റെ പൊന്നെ, ഇതെന്റെ മേക്കപ്പ് സാധനങ്ങളാ. ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പച്ചന് വാങ്ങിക്കുന്നത്. ഓ പച്ചരിച്ചോറ് കഴിക്കാനാണല്ലേ ഇഷ്ടം? ഓ ഒരു ഓണത്തിന് പറഞ്ഞതാ, ഇനി അതേ കയറി പിടിച്ചോ. അതെ ബിജു, എന്നെ ഒന്ന് നയൻസ് ആക്കാൻ പറ്റുമോ? ഒരാൾ 9 വയസ്സാക്കാനല്ല മാജിക് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അയ്യോ അതല്ലെന്നേ, എന്നെ ഒന്ന് സിനിമാ നടി നയൻതാരയെ പോലാക്കാമോ? ഓ ഓരോരോ ഗതികേട് പരതാലെ പിടിച്ച് നയൻതാര ആക്കണോ? എക്സ്ക്യൂസ് മീ, ഒരു കോൾ വരുന്നുണ്ടേ. അയ്യോ തെലുങ്ക് ഡയറക്ടർ വേലയ്യ സാർ. ഇവന്മാർക്ക് വേറെ ഒരു വേലില്ല. ഹലോ സാർ. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. അതെ ബിജു, എന്നെ തെലുങ്ക് സിനിമയിലേക്ക് വിളിച്ചു, ഞാൻ പോണോ? എന്റെ അഭിപ്രായത്തിൽ മേഡം ഉറപ്പായിട്ടും പോണം. ഓ അതെയോ? അങ്ങനെയെങ്കിലും മലയാള സിനിമ രക്ഷപ്പെടുമല്ലോ. ഇനി അവന്മാർ ഇവിടെ വന്ന് കോടികൾ വരാൻ എനിക്കൊന്ന് കാണാം. അതെ ബിജു, ഒന്ന് ലൈൻ ഇടാമോ? ലൈൻ ഇടാമോന്നോ? അത് എന്നോട് ഒരു ലൊക്കേഷന് വന്നാ ഞാൻ ആദ്യമേ തുടങ്ങണത് ലൈൻ ഇട്ടാണ്. എന്താണോ താൻ കാണിക്കുന്നത്? മേഡമല്ലേ പറഞ്ഞ ലൈൻ ഇടാൻ? ഓ അതല്ല, എന്റെ കണ്ണിലൊന്ന് അയിലേന്ന് ഇട്ട് തരാമോന്ന്. ഓ വെറുതെ ഒരു ലൈൻ വലിച്ചു. അതെ ബിജു, നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് നടികൾക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? കൊള്ളാം, ഒരുപാട്.
ഒരുപാട് ഒരുപാട്. അയ്യേ ഇതെന്തൊരുപാട്. എന്നാലും എന്റെ ബിജു, നിങ്ങൾ ഇത്രയും നടികൾക്ക് എങ്ങനെ മേക്കപ്പ് ഇടുന്നു? അതിന് ഒരുപാടില്ല, കുറച്ച് പാടേ ഉള്ളൂ. അത് ശരി. പിന്നെ ബിജു, ഈ ടാൻ അടിച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ 2 ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കരുത്, ഇറങ്ങും. അതല്ലേ, ഈ വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ടാൻ അടിക്കില്ലേ, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അതിനല്ലേ മേക്കപ്പ്. അപ്പോ എന്റെ ഈ സ്കിൻ ടോണിന് പറ്റിയ മേക്കപ്പ് എന്തായിരിക്കും? മേഡം, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. മേഡത്തിന് പാൻ കേക്ക് ഇഷ്ടമാണോ? ഓ, കഴിഞ്ഞ ആഴ്ച അമ്മാവ നാട്ടിൽ 3 കിലോ കൊണ്ടുവന്ന്, എനിക്കൊന്നും ഇഷ്ടമല്ല. അതെന്താ? അയ്യേ, അത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ലെന്നേ, വായി വെക്കാൻ കൊള്ളത്തില്ല. അപ്പൊ ഇത് ഹെൽത്തി അല്ല, പിപിയാ. പിപിയോ? പ്രപഞ്ച പരാജയം. നിന്ന് വാചം ഓടിക്കാത്ത മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേ, അടുത്ത സീനിലുള്ള സമയമായി. അതൊക്കെ മമ്മക്കിപ്പൊ ശരിയാക്കും മേഡം. മേഡം എന്തിനാ ടെൻഷൻ ഏൽപ്പിക്കണേ? പാവട ബിജു അല്ലേ ഇവിടെ നിക്കണം. അയ്യോ, എന്ത് പറ്റി? അല്ല, കുഴപ്പമൊന്നുമില്ല. ഈ മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് ഞാൻ പെയിന്റിന്റെ പണിയിലാണല്ലോ. പെയിന്റിങ്ങോ? അതെന്താ പെയിന്റിങ്ങിനൊരു കുഴപ്പം? പറഞ്ഞു വരുമ്പോ രണ്ടും ഒരേപോലെ അല്ലേ? ഇവിടെ ഞാൻ മേഡത്തിന് കുത്ത് പേസ്റ്റ് അടിക്കുന്നു, അവിടെ ചുവരിൽ പൊട്ടി അടിക്കുന്നു. ഇവിടെ പേസ്റ്റ് അടിക്കുന്നു, അവിടെ പൊട്ടി അടിക്കുന്നു. അപ്പഴേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനാ നേരത്തെ എന്റെ ബാഗ് ഒന്നും മാറിപ്പോയി. മേക്കപ്പ് ബാഗിനൊക്കെ പെയിന്റിന്റെ ബാഗ് കൊണ്ടുവന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? അല്ല, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് ഒരു റൗണ്ട് പൊട്ടി അടിക്കാം. എന്നിട്ട് ഈ 2 ഇഞ്ചിന്റെ ബ്രഷ് എടുത്ത് പെയിന്റിൽ മുക്കി ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചങ്ങ് തുടങ്ങിയാലോ? എടാ പാവട ബിജു!